പെരുമ്പാവൂരിൽ കടം വാങ്ങിയ പണം ചോദിച്ച് ഗൃഹനാഥനെ വീട്ടിൽ കയറി മർദ്ദിച്ചതായി പരാതി. പെരുമ്പാവൂർ സ്വദേശി മാർട്ടിനാണ് മർദ്ദനമേറ്റത്. എറണാകുളം DCC സെക്രട്ടറിയുടെയും കുന്നത്തുനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിലായിരുന്നു മർദ്ദനം. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി കീർത്തി ചേരുന്നുണ്ട്. കീർത്തി, ഈ DCC പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ തന്നെയായിരുന്നു വീട് കയറിയുള്ള മർദ്ദനം. ഇത് സംബന്ധിച്ച് പോലീസ് കൃത്യമായ വിവരങ്ങൾ നൽകുന്നുണ്ട്. ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. എന്താണ് വാർത്ത? അതേ സ്റ്റേജ് എറണാകുളം DCC സെക്രട്ടറി അമീർ ഭാവയുടെയും ഒപ്പം തന്നെ 2020 നേതൃത്വത്തിലുള്ള കുന്നത്തുനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിതയുടെ നേതൃത്വത്തിലായിരുന്നു ഇന്നലെ ഉച്ചകഴിഞ്ഞ മർദ്ദനമുണ്ടായത്. പെരുമ്പാവൂരിലായിരുന്നു സംഭവം. പെരുമ്പാവൂർ സ്വദേശി മാർട്ടിനാണ് മർദ്ദനമേറ്റത്. കടം വാങ്ങിയ പണം തിരികെ ചോദിച്ചതിനാണ് ഗൃഹനാഥന്റെ വീട്ടിൽ കയറി മർദ്ദിച്ചത്. കാറ് പണയം വെച്ച് ഈ അമീർ ഭാവയിൽ നിന്ന്, ഈ എറണാകുളം DCC സെക്രട്ടറിയായി അമീർ ഭാവയിൽ നിന്ന് 6.5 ലക്ഷം രൂപ വാങ്ങിയിരുന്നതായി മാർട്ടിൻ പറഞ്ഞു. എന്നാൽ ഇപ്പോൾ 21 ലക്ഷം രൂപ ചോദിച്ചാണ് ഇന്നലെ ഉച്ച കഴിഞ്ഞ ഈ മാർട്ടിന്റെ വീട്ടിലെത്തി ഈ സംഘം മർദ്ദിച്ചത്. വീടിന്റെ അടുക്കള ഭാഗത്തുകൂടി വീടിനകത്ത് പ്രവേശിച്ച സംഘം അവിടെ ഉണ്ടായിരുന്ന കസേര ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് മാർട്ടിൻ പറയുന്നത്. അതിനുശേഷം ഈ മർദ്ദനം സഹിക്കവയ്യാതെ ഇയാൾ കൈഞ്ഞരമ്പ് മുറിക്കുകയായിരുന്നുവെന്നും പറയുന്നുണ്ട്. അതിനുശേഷമാണ് പോലീസിൽ പരാതി നൽകിയത്. ഈ എറണാകുളം DCC സെക്രട്ടറി അമീർ ഭാവ, ഒപ്പം തന്നെ ഷിജു, അമീർ ഭാവയുടെ ഭാര്യ, ഈ കുന്നത്തുനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിത എന്നിവരെ പ്രതി ചേർത്ത് പെരുമ്പാവൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിദഗ്ധ ചികിത്സയ്ക്കായി മാർട്ടിനെ ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഈ അമീർ ബാവ, ഈ DCC സെക്രട്ടറി അമീർ ബാവ നിരന്തരം ഇത്തരത്തിൽ പലിശ ഇടപാടുകൾ നടത്തുന്നതാണോ? പലിശ മാഫിയയിൽപ്പെട്ടയാളാണോ? ഇയാൾക്കെതിരെ നേരത്തെയും പരാതികൾ വല്ലതുമുണ്ടോ? ഇയാൾക്കെതിരെ നേരത്തെയും പരാതികൾ ഉണ്ടായതായുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭിക്കുന്നില്ല. എന്നാൽ ഈ ഒരു സംഘമാണ് കഴിഞ്ഞ ദിവസം ഈ മാർട്ടിന്റെ വീട്ടിൽ കയറി മർദ്ദിച്ചത്. എന്നാൽ ഈ കുന്നത്തുനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഈ മർദ്ദനത്തിൽ ഉണ്ടായിരുന്നതായുള്ള വിവരങ്ങളൊന്നും തന്നെ പോലീസ് നൽകുന്നില്ല. ഒരു സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ മാത്രമാണ് നൽകുന്നത്. ഇവർക്കെതിരെ ഇപ്പോൾ പോലീസ് പ്രതി ചേർത്ത് FIR ഇട്ടിട്ടുണ്ട്. ഇനി കൂടുതൽ അന്വേഷണം നടന്നു വരികയാണെന്നാണ് പോലീസ് പറയുന്നത്. ശരി, കീർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. കടം ചോദിച്ചത് തിരികെ വാങ്ങാൻ മർദ്ദനമുറ പ്രയോഗിച്ച് എറണാകുളം DCC സെക്രട്ടറി, ഒപ്പം തന്നെ സഹായിയായി കുന്നത്തുനാട് പഞ്ചായത്ത് പ്രസിഡന്റും. വിവരങ്ങളാണ് കീർത്തി നൽകിയത്.